മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ നാട്ടിൽ പോയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് ദിവസമായി നാട്ടിൽ പോയി എന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ എനിക്ക് കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു. ഞാൻ സ്കൂളിൽ പോയിട്ട് വരുമ്പം എനിക്കിപ്പോൾ ഇവിടെ ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്തിട്ട് കുറേ ബെഡിൽ ഇങ്ങനെ കുറേ ഗിഫ്റ്റ്. അപ്പം അത് കണ്ണനും ഡിങ്കുവിനും എനിക്കൊക്കെ തന്നു. അപ്പം ഞാനിപ്പം എൻ്റെ ഗിഫ്റ്റ്സാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം കുറേ ഗിഫ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം അങ്ങനെയൊക്കെ വന്നിട്ട് പോലെയായിരുന്നു. ആ സമയത്ത് എനിക്കെന്തോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ ഐ എം സോറി അബൌട്ട് ദാറ്റ്. ഓക്കെ ഗൈസ്, അപ്പം നേരെ വീഡിയോയിലോട്ട് പോവാം. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയണേ, ഇനി കുറച്ച് ദിവസത്തേക്ക് വീഡിയോസ് എങ്ങനെ കാണുമോ അറിയില്ല. കാരണം എക്സാമാണ് എനിക്ക്. ഈ സൺഡേ തൊട്ട് എക്സാം തുടങ്ങുകയാണ്. അപ്പം വീഡിയോ കാണാൻ ചാൻസ് ഇല്ല. എന്നാലും ഞാൻ മാക്സിമം നോക്കാം. ഓക്കെ, അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പം ഞാൻ ഇവിടുത്തെ ഒരു കവറിൽ ഇതെല്ലാം കൂടെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പാണ്ട ബോക്സിൽ കവറിൽ ഞാൻ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഫസ്റ്റായിട്ട് നമുക്ക് ഒരു മിനി ബാഗുണ്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞത് നല്ല ഇഷ്ടമായി. ഇവിടെ ഒരു ലോക്കൊക്കെ ഉണ്ട്. നമുക്ക് ഈ ലോക്ക് എന്തായിരുന്നു നോക്കാതെ. ഇതിൻ്റെ അകത്തായിരുന്നു. പിന്നെ ഞാൻ ഫിറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇത്ര സ്പേസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ക്യൂട്ടായിട്ടൊക്കെ തോന്നി. എന്തോ നല്ലൊരു രസമുണ്ട്. ഓക്കെ, അതവിടെ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എനിക്കിത് ഓരോ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് തുറക്കുമ്പം എനിക്ക് ഓരോന്നും നല്ല സന്തോഷമാണ്. അപ്പം നെക്സ്റ്റ് ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഇഷ്ടമായി. ഇത് നെക്സ്റ്റ് കളർ എൻ്റെ കയ്യിൽ ഇതില്ലായിരുന്നു. ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു. കളർ പെൻസാണ്. ഇത്രയും കളറാണുള്ളത്. ബ്ലൂ, ബ്ലാക്ക്, റെഡ്, ഗ്രീന്, പിങ്ക്, പർപ്പിൾ, ഓറഞ്ച്, ബ്ലൂ, പിന്നെ ഒരു ലൈറ്റ് ബ്ലൂ ഉണ്ടോ, പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ, പിന്നെ ഓക്കെ. അപ്പം ഇത് ഞാൻ വിചാരിച്ചു ഒരെണ്ണം എഴുതി കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. എനിക്കിത് ഓപ്പൺ ചെയ്തപ്പോൾ നല്ല ഇഷ്ടമായി. ഒരു പേപ്പർ എടുത്ത് ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണം കാണിച്ചു തരാം. പിങ്ക് എടുക്കുക, ഐശ്വര്യമായിട്ടുള്ള പിങ്ക് എടുക്കാം എന്ന് വിചാരിച്ചു. നല്ലൊരു ജൽപ്പുണ്ടാവും കേട്ടോ. ഇതാദ്യം ഒന്ന് എഴുതി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതായിട്ടാണ് നമ്മുടെ ജൽപ്പൻ. കേട്ടോ, ഒരു ഹാർട്ടും ഒരു ലൈനും ഒരു ഡോട്ടും ഒക്കെ അങ്ങ് വരയ്ക്കാം. ഇങ്ങനെല്ലാം ഒന്ന് ചെയ്ത ഹാർട്ട്, ലൈന് അത്യാവശ്യം നല്ല അടിപൊളി. നല്ല ജെല്ലുണ്ടോയെന്ന് ചോദിച്ചാൽ ജെല്ലുണ്ട്, നല്ല ജെല്ലാണ്. ഇനി ചെയ്യണം ചെയ്താൽ ഗ്രീൻ ഉണ്ട്, പിന്നെ ബ്ലൂവും കൂടി എഴുതി കാണിച്ചു കേട്ടോ. ലാസ്റ്റ് ഈ ബ്ലൂ ആണ് ഞാൻ ആദ്യം എഴുതിയത് കൊണ്ടുവന്നപ്പോൾ. ഗ്രീനും ബ്ലൂവും സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതുണ്ട്. ഇതെനിക്ക് സത്യം പറഞ്ഞാൽ നല്ലതാണ്. ഇത് ഇഷ്ടമായി. അടിപൊളിയാണ്, സൂപ്പർ. പക്ഷേ അമ്മയും ഡിങ്കും നാട്ടിൽ പോയി വന്നിട്ട് കൊണ്ടുവന്നതാണ്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ പെൻസ് എന്തോരം പെൻസാന്ന് അറിയാം അമ്മ കൊണ്ടുവന്നത്. പെണ്ണെല്ലാം കൂടി ഞാൻ ഓരോന്നും എടുക്കാം. ഒന്നും ഞാൻ പൊടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇത് വീഡിയോ എടുക്കാമെന്ന്. ഞാനത് ഇങ്ങനെയൊക്കെ കാണിക്കട്ടെ. ഓക്കെ, ഐ വിൽ ഷോ യു ദാറ്റ് അമേസിങ് പെൻസ്. ഇതാ ഒരു ഇതേപോലത്തെ സെയിം എന്നാണ്. സത്യം ഇതൊക്കെ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടം. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. അത് നമുക്ക് കുറേ സന്തോഷം വരുമ്പം നമുക്കൊന്നും പറയാൻ കിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ഇഷ്ടം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ പെൻസ്. ഞാൻ ഇതൊന്നും എഴുതി കാണിച്ചു തരാതെ. നമ്മുടെ പെൻസ് ഇത് മൂന്നും ഒരു പെണ്ണ്, ഇത് ഇത്ര ഒരു പെണ്ണ്, ഓരോ പെണ്ണ് കാണിച്ചു ഒരു ദിവസം. പിന്നെ ആദ്യം ഈ ഒരു പെണ്ണ് ഇത്ര 0.7 നല്ല പെണ്ണ്. നല്ല രസമുണ്ട് ഗൈസ്.
അടിപൊളി പെൻ. ഇതാണ് ഈ പെൻ. ആ പെണ്ണ് നല്ല അടിപൊളി പെണ്ണാണല്ലോ. ഇതാണ്. ഇതും അടിപൊളിയാണ്. എനിക്ക് നല്ല ഇഷ്ടമായി ആ സൂപ്പറാണ്. എല്ലാവരെയും തന്നെയാണ് ഇത്. പിന്നെ ഇതും അതേ സെയിമാണ്. ഓക്കെ ഗായ്സ്, അപ്പം അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ ഇൻവിസിബിൾ ടേപ്പ് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാനിതിപ്പോൾ തന്നെ പൊട്ടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പുള്ളിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിങ്ങനെ എടുക്കാനായിട്ട് ഇത് കളയാം. നോക്കാം ഗൈസ്, സക്സസ് ആയാൽ മതിയായിരുന്നു. പക്ഷെ പകുതി ആകുമ്പോഴേ ഇത് അത്ര ഷാർപ്പല്ല. അപ്പം പകുതിയും വരത്തിട്ടോ. ഓക്കെ ഗൈസ്, ഞാനിത് ലാസ്റ്റ് കാണിച്ചു തരാം. ലാസ്റ്റ് ഇങ്ങനെ പൊട്ടിക്കാനുള്ളതൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. പൊട്ടിച്ച് കാണിച്ചു തരാം. ഇങ്ങനെ വെക്കൂ. ഓക്കെ, അതും ലാസ്റ്റ് കാണിച്ചു തരാം. അടുത്ത സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്ഷൻ ടേപ്പാണ്. വൈറ്റ്നറിനെ കാട്ടി എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഇതാണ് ഗൈസ്. സത്യം എന്താ അങ്ങനെയെന്ന് വെച്ചാൽ വൈറ്റ്നറാണെങ്കിൽ കുറേ നേരം ഉണങ്ങാൻ വെക്കണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കുറേ നേരം വെക്കണം. ഇതാണ് ജസ്റ്റ് ഇങ്ങനെ ചെയ്തൊന്നുമില്ല. ഇത് ഞാൻ ലാസ്റ്റ് ഓപ്പൺ ചെയ്ത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അല്ലെങ്കിൽ ഗൈസ് ലാസ്റ്റ് കാണിക്കുന്നില്ല. ലാസ്റ്റ് ഒരു ചോക്ലേറ്റ് ഉണ്ട്, അത് ഓക്കെ ഗൈസ്. നെക്സ്റ്റ് ഞാൻ ഈ ഗ്ലൂ സ്റ്റിക്സ് ആണ്. അതിനും ഞാൻ ഒരു കാര്യം പറയാം. ഈ വീഡിയോസ് എല്ലാം അൺബോക്സിങ് ഒക്കെ ഞാൻ വെച്ചു വേറൊരു ഡേയിൽ വീഡിയോ ആയിട്ട് ഇടാമെന്ന്. ഞാൻ എക്സാമിന് മുമ്പേ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ കാണത്തില്ല. ഓക്കെ, എന്തായാലും ഇത് ഗ്ലൂ ഡ്രോപ്സ് ആണ്. നമുക്ക് ചെറിയ ചെറിയ ഗ്യാപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യാം. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സാണ്. കണ്ടോ, ഗ്ലിറ്ററിൻ്റെ ലോട്ടസിൻ്റെ സ്റ്റിക്കർ എനിക്ക് നല്ല ഇഷ്ടമായി. സത്യം പറഞ്ഞാൽ നല്ല ഇഷ്ടമായി. ഓക്കെ, പിന്നെ ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ വേറൊരു സാധനം വെച്ചാൽ ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്യും. ഇത് ഞാൻ വേറൊരു ഡിങ്കു ഇടയ്ക്ക് വന്നിരുന്നു. ഓക്കെ, അപ്പം ഇതാണ്. ഇത് ഞാൻ ഇപ്പോൾ പൊട്ടിക്കുന്നില്ല. ഈ സംഭവം ഞാൻ പിന്നെ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ എക്സാമില്ല, അപ്പോൾ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. വെറുതെ ഇപ്പോൾ പൊട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. എന്നാൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ടേപ്പാണ് കേട്ടോ. ഇവിടെ നിന്ന് വെച്ച് നോക്കാം. സക്സാവാണെങ്കിൽ 670 വെച്ച് കേട്ടോ. ഞാനെന്ത് കാണിക്കുന്നത്? ഓക്കെ, സെറ്റാണ്. ഇങ്ങനെ വെക്കാനൊക്കെ ആദ്യം നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ശരി ഇത് വന്നാൽ മതിയാണ്. മോനെ സൂപ്പർ സൂപ്പർ. ഒന്ന് കാണിച്ചു തരാം. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വരുന്നുണ്ട് ഗൈസ്. നമ്മൾ പൊക്കിയിട്ട് ഇത് വരുന്നില്ലേ നേരത്തെ ആലോചിച്ചു. ഷാർപ്പുണ്ട് കേട്ടോ. ഇത് നമ്മളെ പറ്റിച്ചില്ല, ഷാർപ്പുണ്ട്. ഇത് ഞാൻ പ്ലേസ് ചെയ്യാൻ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് ഞാൻ ക്രാഫ്റ്റും അതും ഇതൊക്കെ വെക്കും. ഞാൻ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യാമെന്ന്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. നമ്മൾ ക്രാഫ്റ്റ് ഇങ്ങനെ. ഓക്കെ ഗായ്സ്, പിന്നെ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കൂടെ തന്നെ ഇതെല്ലാം പ്ലേസ് ചെയ്യുന്നതും ഈ കാണിച്ച സാധനങ്ങളെല്ലാം പ്ലേസ് ചെയ്യുന്നതും കാണിച്ചു തരാം. പിന്നെ മെയിൻ സാധനം പറഞ്ഞത് നമ്മുടെ കിൻഡർ ജോയ് ആണ്. കിൻഡർ ജോയ് ഞാനിപ്പോൾ കാണിച്ച എല്ലാം പ്ലേസ് ചെയ്യുന്നതും കൂടെ വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, നമുക്ക് ഐശ്വര്യമായിട്ട് കിൻഡർ ജോയ് പൊട്ടിക്കാം. എന്ത് ടോയാണ് കിട്ടുന്നേ? ഓക്കെ, ഇതിലാണ് ടോയ്. സ്പൂൺ ഇവിടെ ഉണ്ട്. എന്ത് ടോയ് ആയിരിക്കും? വലിയ അടിപൊളി ടോയൊന്നും ആവില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. വലിയ അടിപൊളി ടോയ് ഒന്നുമില്ല. എന്ത് ടോയാണ്? പമ്പ് ഗൈസ്. തിരിച്ചു നമ്മൾ പമ്പരാണോ? അല്ല, പമ്പരാണെങ്കിൽ പോയി പൊളി വിളിച്ചല്ലോ. ഇതെന്താ നമുക്ക് നോക്കാം. ഞാൻ ആദ്യം നോക്കിയപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. അല്ല, ഇപ്പം ഇങ്ങനെ പെട്ടെന്ന് കണ്ടപ്പം എനിക്കൊന്നും മനസ്സിലായില്ല ഗൈസ്, ഒന്നും മനസ്സിലായില്ല. ഇതെനിക്കൊന്ന് ഈ അടിഭാഗം യെസ് ഐസ് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കണ്ണൻ്റെ ഒരു ടോയ് എന്ന് പറഞ്ഞ് അവൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടോ. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെ തോന്നുന്നു ഇതിന് വലുതായിട്ടൊന്നും നോക്കാനില്ല.
ഇങ്ങനൊരു സംഭവമാണ്. ഇതിൽ കാണിക്കുന്നത് ഇവിടെ നിന്ന് ടോയൊക്കെ വെക്കണമെന്ന് ഇതുണ്ട്. ഇതുണ്ട്, ഇതെന്താണ് ഒരെണ്ണം കൂടി ഉണ്ട്. നിങ്ങൾക്കല്ല മനസ്സിലായതെന്ന് കമൻറ്റ് ചെയ്ത് എങ്ങനെയാണ്. ഇന്ന് ഈ ടോയ് കളയുന്നില്ല, എന്താണെന്ന് അറിയണമല്ലോ നമുക്ക്. ഓഹോ, എനിക്ക് ഗൈസിന് നോക്കട്ടെ. മേരക്കോ നെഹി മനസ്സിലാകുന്നേ. ഓ നിക്ക്, ഐ ഹാവ് എൻ ഐഡിയ. അല്ല ഐഡിയ അല്ല, ഇതിൽ കാണിച്ചതാണ്. ഇതൊന്നും എടുക്കാൻ പറ്റുന്നത് ഇതിപ്പോൾ ഇതിലും പ്രശ്നമായല്ലോ. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്തോട്ട് ഞാൻ കാണിച്ചു തരാവേ. ഓക്കെ, ഇതിൽ ഇതിങ്ങനെ ഓരോത്തിലും ഇടണം, അതാണ് നമ്മളുടെ സംഭവം. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി കാണത്തില്ല ചിലപ്പം. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ എന്താ പറയുക സെറ്റ് ചെയ്തു. ഇതൊരു പമ്പരമാണ് ശരിക്കും. പമ്പരം ഇത് ഇതിൻ്റെ കുറേ ഫോട്ടോസ് ഉണ്ട്. കാണിച്ചതാ. ഈ പമ്പരത്തിൻ്റെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് വരുമോ എന്ന് എനിക്കറിയില്ല. എടുക്കുന്നതുകൊണ്ട് എനിക്കറിയില്ല. ഓ ഗൈസ്, ഞാൻ വിചാരിച്ച് കട്ടില്ലേ. ഓ മോനെ സെറ്റാ. എൻ്റെ കയ്യിലൊരു പൂവുണ്ടേ. ഓക്കെ ഗൈസ്, ഇറ്റ്സ് ടൈം ടു ഈറ്റ് കിൻഡർ ജോയ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കിൻഡർ ജോയ് തിന്നാൻ. ഇതാ നമ്മുടെ കിൻഡർ ജോയ്. എനിക്ക് കിൻഡർ ജോയ് തിന്നണം. ഇവിടെ ബാക്കിയുണ്ട്. ഓക്കെ, ചിരി തന്നെ. കിൻഡർ ജോയൊക്കെ നമ്മളുടെ സാധാ പോലെ കിൻഡർ ജോയ് ആണ്. ഒരെണ്ണം തിന്ന് കാണിച്ചു തരാവേ. സാധാ കിൻഡർ ജോയുടെ ടേസ്റ്റ് തന്നെയാണ്. സാധാ നമ്മുടെ കിൻഡർ ജോയ്. നല്ല അടിപൊളി. ഞാൻ ഇതിപ്പോൾ തന്നെ തീർക്കും. Okay guys, let's arrange the things. Okay, അപ്പം ആദ്യം ഞാൻ ഈ സ്റ്റിക്കേഴ്സ് വെക്കാം എന്ന് വിചാരിച്ചു. സ്റ്റിക്കേഴ്സ് വെക്കാം, ലോട്ടസ് സ്റ്റിക്കേഴ്സ്. അതെൻ്റെ സ്ഥിരം സ്റ്റിക്കർ പെട്ടിയുണ്ട്. ഇതിൻ്റെ അകത്താണ് ഞാൻ വെക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത സ്റ്റിക്കേഴ്സ് ഇല്ല ഗൈസ്. സത്യം പറയുകയാണെങ്കിൽ അങ്ങനെ എത്ര സ്റ്റിക്കേഴ്സാണ് വാങ്ങിക്കൂട്ട്. നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? കുറേ സ്റ്റിക്കേഴ്സ് ആണ്. അല്ലെങ്കിൽ വേണ്ട ഗൈസ്, ഇതിൽ വെക്കേണ്ടത് കുറച്ച് വലിയതാണ്. ഇതിൽ വെക്കണ്ട. പിന്നെ എൻ്റെ സ്ഥിരം പെട്ടിയുണ്ട്, അപ്പം ഞാൻ വിചാരിച്ചു അതിൽ വെക്കാമെന്ന്. ഇതാണ് ഗൈസ്, നല്ല വെയിറ്റ് ഉണ്ട്. അങ്ങനത്തെ സാധനങ്ങളെല്ലാം കുത്തി നിറച്ചിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്താതിരിക്കുക. ഈ സ്റ്റീരിയാണ് ഇപ്പം ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ അകത്താണ് ഇപ്പം വെക്കാൻ പോകുന്നത്. ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു പ്ലേസിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പെന്നിന് ഒരു ചെറിയ ചിന്ന സ്പേസ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ അമ്മ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയത്. നാട്ടിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് വന്ന് ഇത്രയും പെൻസാണ്. അപ്പം മതി ഇപ്രാവശ്യം കൂടെ കൂട്ടാൻ കാണിച്ചു തരാമേ. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ വെക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കുറേ കുറച്ച് വെക്കണം. ഇതിൻ്റെ തൊട്ട് വെച്ച് ഓക്കെ, ഞാനിതെല്ലാം വെച്ചിട്ടുണ്ട്. പെണ്ണിൻ്റെ ഒരു ലോഗമാണ്. ലോകം ഇതാകുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടുന്നത് ഒരു സ്റ്റിക്കർ സെറ്റായിരുന്നു. ഇത് ക്രാഫ്റ്റാണിയല്ലേ. ഞാൻ തന്നെ ഇതെല്ലാം ഞാൻ ഒന്നെങ്കിൽ എൻ്റെ ക്രാഫ്റ്റ് ഇത്രയും ക്രാഫ്റ്റ് ഉണ്ടോ അങ്ങനെ അറിയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യുമ്പോഴൊക്കെയാണ്. പിന്നെ ഗ്ലൂഗൺസ് അത് ടേപ്പിൻ്റെ സെക്ഷൻ അതൊക്കെ ഞാൻ ഇവിടെ ആണ്. ഇങ്ങനെ പിന്നെ നമ്മുടെ മെയിൻ സാധനം അത് എനിക്ക് ഇവിടെ വെക്കണം.
കാരണം അത്രയ്ക്ക് അടിപൊളിയല്ലേ. എങ്ങനെ വെക്കാതിരിക്കുന്നേ. അങ്ങനെ വെച്ചിട്ടുണ്ട്. മിക്കവാറും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ബാഗും കൂടെ വേണം നോക്കും. ഇത് ഞാൻ എൻ്റെ സ്കൂൾ പൗച്ചിൽ വെക്കാം. ഇത് ഞാൻ തൂക്കിയിടും. ഇതിൻ്റെ അകത്താട്ടോ നമ്മുടെ സാധനം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതൊക്കെയാണ്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. വാട്ട്സ് ഇൻ മൈ ബിഗ് ക്രാഫ്റ്റ് ബാഗ് കാർഡ്ബോർഡ് എന്തെങ്കിലും ആവാം. അപ്പോൾ ഗായ്സ് ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഒരു സിമ്പിൾ ആൻഡ് മിനി വ്ലോഗാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗായ്സ് ബൈ.